ഇതെന്താണെന്ന് എല്ലാവരും നോക്കുന്നുണ്ടാവും. ചിലർക്ക് എനിക്കറിയാം ഇത് ടൈം ബ്ലോക്കിംഗ് ആയിരിക്കും. ടൈം ബ്ലോക്കിംഗ് ആണ്. എനിക്ക് റീസെൻ്റ്ലി ഒരു കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടൈം ബ്ലോക്കിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ. സോ അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ടൈം ബ്ലോക്കിംഗ്? ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ടൈം ബ്ലോക്കിംഗ്. സോ ഇത് എന്ന് പറയുന്നത് നോഷനിൽ ചെയ്യുന്ന ഒരു ടൈം ബ്ലോക്കിംഗ് ആണ്. നമ്മൾ KCC പഠിക്കുന്ന സ്റ്റുഡൻസിനോ ആർക്ക് വേണമെങ്കിലും ഈ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് കംപ്ലീറ്റ്ലി ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ഒരു ഡേ എങ്ങനെ പ്ലാൻ ചെയ്യാം, അത് ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നാളത്തെ എൻ്റെ ഡേ പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ ടൈം ബ്ലോക്കിംഗ് നമ്മുടെ പഠിത്തത്തിന് യൂസ് ചെയ്യാം, അല്ല വേറെ എന്ത് വർക്കിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മെയിനായിട്ട് മൾട്ടിപ്പിൾ കാര്യത്തിൽ എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എങ്ങനെ നമ്മുടെ ടൈം ബ്ലോക്കിംഗ് നമുക്ക് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഗൂഗിൾ കലണ്ടർ നിങ്ങൾ റെഡിയാക്കി വയ്ക്കാം. ഗൂഗിൾ കലണ്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ ക്രോമിൽ വന്നിട്ട് ഗൂഗിൾ കലണ്ടർ സെർച്ച് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ജിമെയിലായിട്ട് ലിങ്ക് ചെയ്താൽ മതി. അതിനുശേഷം നോഷൻ കൂടി ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, എന്നാലും വേണ്ടവർക്ക് ചെയ്യാം. നോഷണൽ കലണ്ടർ സെറ്റ് ചെയ്യാം. നോഷണൽ കലണ്ടർ സെറ്റ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ എക്സ്റ്റൻഷൻ ആയിട്ട് നിങ്ങളുടെ ഹോം പേജിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. അത് വേണ്ടെങ്കിലും. സോ ഇവിടെ വന്നതിന് ശേഷം ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ എൻഡായി 11:52 ആയിട്ടുണ്ട്. അതാണ് ഈ റെഡ് ഇൻഡിക്കേഷൻ കിട്ടുന്നത്. നാളത്തെ ഡേ ട്യൂസ്ഡേ 7th ഒക്ടോബർ ആണ്. സോ നാളെ ഞാൻ എൻ്റെ ഡേ ഇതിലെ ഒരു പ്ലാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. സോ ഞാൻ റഫായിട്ടാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടവർക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. സോ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു റഫ് പ്ലാനിങ് ഞാൻ ചെയ്യാൻ പോകുന്നു. സോ നാളെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം വേണ്ട ടൈം എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. സോ ആദ്യം 6:30 ഒരു 7 വരെ എന്നതിന് ശേഷം നമ്മുടെ കളർ ഉണ്ട്. വേണ്ട കളർ ഓരോ ടാസ്കിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കളർ കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് റെഡി എനിക്ക് വേണ്ട പോലെ കാര്യങ്ങൾ കൊടുക്കാം. നാളെ ക്ലാസ് എനിക്കില്ല. സോ എനിക്ക് നാളെ ടൈം ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ജിമ്മായിരിക്കും. വർക്കൗട്ട് കൊടുക്കാം. അതിനുശേഷം അതിന് വേണ്ടിയിട്ട് വേറൊരു കളർ. എന്നതിന് ശേഷം ഇവിടെ നമ്മൾ ജിമ്മിന് വന്നതിന് ശേഷം ഫ്രഷ് ആകേണ്ട കാര്യങ്ങൾ അതൊക്കെ ഞാൻ കൊടുക്കും. എന്നതിന് ശേഷം അങ്ങനെ ടൈമായി 10 മണി തൊട്ട് 12 1:30 സ്റ്റഡി 6:30 സെക്ഷൻ നമ്മളതിനായിട്ട് കളർ കൊടുക്കുന്നു. സോ നമ്മൾ ഈ ടൈമിൽ പഠിക്കുന്നതായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ലക്ഷ്യം പോയിരുന്നതായിരിക്കും പഠിക്കുക. എന്നതിന് ശേഷം ഇവിടെ ബ്രേക്ക് നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾക്ക് കളർ കൊടുക്കാം, ബാക്കി കാര്യങ്ങൾക്ക് ചെയ്യാം. എന്നതിന് ശേഷം ഇവിടെ ഒരു സെക്കൻഡ് സ്റ്റഡി സെക്ഷൻ അവിടെ വയ്ക്കുന്നു. വേറൊരു ബ്രേക്ക് കൊടുക്കുന്നു. ഇത് ഞാൻ റഫായിട്ടാണ് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങൾ അതേപോലെ ചെയ്യുമ്പോഴൊന്നുമില്ല. നാളെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഓരോന്ന് കസ്റ്റമൈസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റഡി സെക്ഷനും കൂടി വെച്ചതിന് ശേഷം സെക്ഷൻ കംപ്ലീറ്റ് ആവും. എൻട്രി ഹോസ്റ്റലോട് വരുന്നു. ഹോമിലോട്ടൊക്കെ ശേഷം ഇവിടെ ഒരു ചിൽമോൾ നിൽക്കുകയാണെങ്കിൽ വർക്ക്. അത് ഡിപ്പെൻസ് ഓൺ തിങ്സ്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല പ്രോജക്റ്റ് വർക്ക് ഉണ്ടാവും. ഫോർ ഡിഗ്രി സ്റ്റുഡൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. സോ എൻറ്റയർ ഡേ പ്ലാൻ ചെയ്തു. ഇവിടെ നെക്സ്റ്റ് ഡേ പ്ലാൻ. സോ ദാറ്റ്സ് ഓൾ. നാളത്തെ ഒരു കംപ്ലീറ്റ് ഡേ ഒരു റഫ് രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യും ഞാൻ അന്ന്.
പിന്നെ അന്നത്തെ ഒരു മാസത്തെ എൻ്റെ ഒരു പ്ലാനിങ് ഞാൻ കാണിച്ചുതരാം, വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്നത്. സോ ഇവിടെ പോയിട്ട് ഇത് എക്സാം ടൈമിൽ എനിക്കുണ്ടായിരുന്ന എൻ്റെ ഒരു ചാർട്ടാണ്, ടൈം ബ്ലോക്കിംഗ് ആണ്. അന്നത്തെ ഓരോ ഓരോ ഡേറ്റും ഓരോ 15 മിനിറ്റ്സിനും എന്താ ചെയ്യേണ്ടതെന്ന്, ഏത് ചാപ്റ്ററാണ് ഏത് ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഒരു ഐഡിയൽ ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം.